ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകളാണ് നമ്മൾ തൊട്ടു മുൻപ് കണ്ടത്. വാസ്തവത്തിൽ സ്വർണത്തേക്കാൾ തിളക്കമുള്ള കനകത്തിളക്കമുള്ള 1000 മടങ്ങ് കനകപ്രകാശമുള്ള 2020 ലോക കിരീടവുമായിട്ട് ഇന്ത്യൻ ടീം അംഗങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ദിവസമാണ് ഇന്ന്. അതിൻ്റെ പ്രകാശമാണ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ആഹ്ലാദത്തിൻ്റെ പൂരമാണ്. മറ്റൊരു 2020 ഫൈനൽ മത്സരം കാണുന്നത് പോലെയാണ് ഈ കിരീടവുമായിട്ട് വന്ന ഇന്ത്യൻ ടീം അംഗങ്ങളെ കണ്ടുകൊണ്ട് അവർക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ക്രിക്കറ്റ് പ്രേമികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഈ നിമിഷം വരെ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ലഭിച്ച പലതരം സ്വീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ക്രിക്കറ്റ് കമൻ്ററി നൽകുന്നത് പോലെ അമൽനാഥ് പാടിച്ചാൽ ഇപ്പോൾ പങ്കുവയ്ക്കും. MS ഈ ഫൈനൽ മത്സരത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കണക്കുകൂട്ടലൊക്കെ തന്നെയും ശരിയാവുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കണ്ടത്. എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ ആരാധകരുടെ കണക്കൂട്ടൽ പിഴക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഉള്ളത്. കാരണം നിലവിലിപ്പോൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന BCCIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വിക്ടറി പരേഡ് മഴ മൂലം നിലവിലിപ്പോൾ പുരോഗമിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ചില ആശങ്കകൾ ഉണ്ടെങ്കിലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 17 വർഷമായി ആരാധകരൊക്കെ തന്നെ കാത്തിരുന്ന ആ ഒരു കിരീടം, ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിയ ഒരു ദിവസമാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പ്രധാനമന്ത്രിയുടെ സ്വീകരണങ്ങളൊക്കെ തന്നെയും ഉണ്ടായി. പിന്നീട് വൈകുന്നേരത്തോടുകൂടി ഏകദേശം 4 മണിയോടുകൂടി മുംബൈയിലെത്തും, വാങ്കഡെ സ്റ്റേഡിയത്തിൽ എത്തും. വൈകുന്നേരത്തോടുകൂടി എത്തുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയെ അവരെ കണ്ട കാര്യവും ഭക്ഷണം കൊടുത്ത കാര്യവും ഒന്നും പറഞ്ഞില്ല. അമൽ പറയൂ. തീർച്ചയായും, അതായത് ഡൽഹിയിൽ 6 മണിയോടുകൂടി എത്തിച്ചേർന്നു. അതിനുശേഷം ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിൽ ഇവരുമായിട്ട് സംഭാഷണത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് വലിയൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ക്രിക്കറ്റ് ആരാധകരെയും ഇന്ത്യൻ ജനതയും ഒക്കെ സംബന്ധിച്ച്, അതായത് ഇന്ത്യൻ ജനത എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രധാന മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ഈ കായിക ഇനങ്ങളൊക്കെ തന്നെ. അത്തരത്തിൽ 17 വർഷത്തിനു ശേഷം ഒരു 2020 ലോകകപ്പ് അല്ലെങ്കിൽ ഒരു 13 വർഷത്തിനു ശേഷം ഒരു ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തിയ ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഓരോ ക്രിക്കറ്റ് താരങ്ങളെയും എടുത്തു പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രഭാത ഭക്ഷണമൊക്കെ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിച്ചതിന് ശേഷം അതിനുശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞാണ് ഇത്തരത്തിൽ വൈകുന്നേരമായതോടുകൂടി വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. എന്നാൽ വളരെ വൈകിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വാങ്കഡയിലേക്ക് എത്തിയിട്ടുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് നിലവിൽ നിശ്ചയിച്ച ഷെഡ്യൂളൊക്കെ തന്നെയും തെറ്റാനുണ്ടായ ഒരു കാരണം. 7 മണി മുതൽ ഉള്ള ഒരു 30 മിനിറ്റിനുള്ളിൽ ഈ ഒരു പരിപാടി ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയാക്കണമെന്നായിരുന്നു BCCIയുടെ നിർദ്ദേശമുണ്ടായത്. നിലവിൽ ഇപ്പോൾ ആ ഒരു വിക്ടറി പരേഡ് നടക്കേണ്ട പോയിന്റിൽ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കാണ് ആ ഒരു പരേഡ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. 2 കിലോമീറ്റർ മാത്രമേ ഈ ഒരു പരേഡ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ഈ 2 കിലോമീറ്റർ പിന്നിടണമെങ്കിൽ പോലും ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടിവരും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അത്രയും വലിയൊരു തിരക്കാണ് മുംബൈ നഗരത്തിലുള്ളത്. മുംബൈ നഗരം മുഴുവൻ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ വിക്ടറി പരേഡ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ആരാധകരൊക്കെ കാത്തിരുന്ന ഒരു നിമിഷം. അതായത് 4 മണി മുതലായിരുന്നു ഈ വാങ്കഡെ സ്റ്റേഡിയത്തിലകത്തേക്ക് ആരാധകരെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് മുന്നേ, ഏകദേശം ഒരു 2 മണിക്ക് മുന്നേ തന്നെ ഈ സ്റ്റേഡിയത്തിന് പുറത്ത് ഇന്ത്യൻ ജേഴ്സി ഇട്ട് ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളുടെ ഒക്കെ പേര് ആർത്തു വിളിച്ചുകൊണ്ടുള്ള ആരാധക കൂട്ടത്തെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. 4 മണിക്ക് ഇവരെ ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഏകദേശം ഒരു 12,000 പേർക്ക് മാത്രമേ ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇരിക്കുവാനുള്ള സൗകര്യമുള്ളെങ്കിൽ പോലും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ 30,000-ലധികം ആരാധകർ ഈ വാങ്കഡെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചു. അതെ, തീർച്ചയായും. ഇനി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കോടികളുടെ കിലുക്കമാണ്. അതായത് BCCI ഇന്ത്യൻ ടീമിനായി പ്രഖ്യാപിച്ചിട്ടുള്ള 125 കോടി രൂപ കൊടുക്കുന്ന നിമിഷം, 125 കോടിയുടെ തിളക്കം. സാധാരണ ലോട്ടറി ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ 1 കോടി, 2 കോടി, 3 കോടി, 10 കോടി വരെയൊക്കെ ഉണ്ട്. ഇത് 125 കോടി രൂപയാണ്. അത് കൊടുക്കുന്ന നിമിഷം അടക്കമുള്ളവ ഈ ആവേശ തിരമാലയ്ക്ക് വീണ്ടും ഉയരം വർദ്ധിപ്പിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം.